Hello everyone, welcome to another video lecture. Here I am letting you know about Carl Sagan and his article Nightwalkers and Mystery Mongers, Sense and Nonsense at the Urge of Science. Though such a wonderful article from this person Carl Sagan. So let me introduce Carl Sagan for you for the first time here. Carl Sagan born in 1934 in Brooklyn in New York. He was an American astronomer, cosmologist, astrophysicist, astrobiologist, and author, science popularizer, and science communicator in astronomy and other natural sciences. So look at a person, a genius, who has put his signature in many fields like astronomy, cosmology, so many fields. അപ്പം അദ്ദേഹം ഒരുവിധം സബ്ജക്റ്റുകളെല്ലാം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ കാൾ സഗാൻ. He published more than 600 scientific papers and articles. ഒരുപാട് സയൻറ്റിഫിക് ആർട്ടിക്കിളും അതുപോലെ പേപ്പറുകളും ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ കാൾ സഗാൻ. 600-ലധികമൊക്കെ ചെയ്തിട്ടുണ്ട്. He was the author and co-author and editor of more than 20 books. ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. He was the co-author and narrator of the award-winning 1980 television series Cosmos: A Personal Voyage. ഈ കോസ്മോസ് എ പേഴ്സണൽ വോയേജ് എന്നുള്ള ഈ ഒരു ടെലിവിഷൻ സീരീസിൻ്റെ ഓതറും നരേറ്ററും ഒക്കെ കാൾ സാഗൻ തന്നെയായിരുന്നു. ഹി വാസ് ദ പയനീർ ഓഫ് എക്സോബയോളജി. എക്സോബയോളജി എന്ന ശാസ്ത്ര പഠനശാഖയുടെ ഒരു മുൻനിരക്കാരനായിട്ട് നമുക്ക് കാൾ സാഗനെ കാണാൻ പറ്റും. ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ പോസിബിലിറ്റി ആൻഡ് ലൈക്ലി നേച്ചർ ഓഫ് ലൈഫ് ഓൺ അതർ പ്ലാനറ്റ്സ് ഓർ ഇൻ സ്പേസ്. ഇപ്പോൾ എക്സോബയോളജി എന്നത് പറഞ്ഞാൽ എന്താ, മറ്റുള്ള പ്ലാനറ്റുകളിലോ സ്പേസിലോ മറ്റുള്ള എന്തെങ്കിലും ജീവികൾ ജീവിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള പഠനം, അല്ലെങ്കിൽ അവരെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള പഠനമാണ് എക്സോബയോളജി എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു കാൾ സഗാൻ. He promoted the search for extraterrestrial intelligence. ഇപ്പോൾ ഈ ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ്, ഈ ഒരു ഓർഗനൈസേഷൻ ഒരുപാട് ശാസ്ത്ര ശാഖകൾ അല്ലെങ്കിൽ ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ. സോ ഇതിലുള്ളൊരു വ്യക്തിയായിരുന്നു, ഒരു മെമ്പറായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ടൊരു അതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തി തന്നെയായിരുന്നു നമ്മുടെ കാൾ സഗാൻ. He spent most of his time as professor of astronomy at Cornell University. അദ്ദേഹത്തിൻ്റെ അധിക സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഈ ഒരു യൂണിവേഴ്സിറ്റിയിലാണ്, ആസ്ട്രോണമി പ്രൊഫസർ എന്നുള്ള നിലയിലാണ് അവിടെ അദ്ദേഹം കഴിച്ചുകൂടിയിരുന്നത്. സോ ഹി മാരീഡ് 3 times ആൻഡ് ഹാഡ് 5 children. He died in the year 1996. സോ അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് ആണ് പറയുന്നത് ദ ഡ്രാഗൺ ഓഫ് ഈഡൻ, ബ്രോക്കസ് ബ്രൈൻ, പെയിൽ ബ്ലൂ ബോട്ട്, ദെൻ കോണ്ടാക്ട്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഹിസ് അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ്: നാസ ഡിസ്റ്റിംഗ്വിഷ്ഡ് പബ്ലിക് സർവീസ് മെഡൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് പബ്ലിക് വെൽഫെയർ മെഡൽ കിട്ടിയിട്ടുണ്ട്. പുലിറ്റ്സർ പ്രൈസ് ഫോർ ജനറൽ നോൺ ഫിക്ഷൻ ഫോർ ഹിസ് ബുക്ക് ദ ഡ്രാഗൺസ് ഓഫ് ഈഡൻ. ഇപ്പോൾ പുലിറ്റ്സർ പ്രൈസ് വരെ കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ കാൾ സഗാൻ. ആ ഒരു വർക്ക് ഓർത്ത് വെക്കുക, ദ ഡ്രാഗൺസ് ഓഫ് ഈഡൻ എന്നാണ് ആ വർക്കിൻ്റെ പേര്. 2 Emmy അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ദെൻ പീബോഡി അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. സോ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവാർഡ്സും ബഹുമതികളൊക്കെയാണ് ഇവിടെ പറയുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ദ ആർട്ടിക്കിൾ. An article completely based on scientific elements, science, especially on astronomy, especially on cosmobiology. Okay. So Nightwalkers and Mystery Mongers, Sense and Nonsense at the Urge of Science is a future that appeared in the 10th volume of the Skeptical Inquirer in 1986. ഇപ്പോൾ ഈ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ, ഓക്കെ, ഇപ്പോൾ ഈ ഒരു ലേഖനം അപ്പിയർ ചെയ്യുന്നത് 10th വോളിയത്തിലാണ്. സ്കെപ്റ്റിക്കൽ ഇൻക്വയറർ എന്ന് പറഞ്ഞ ഈ ഒരു വർക്കിൻ്റെ 10th വോളിയത്തിലാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. ആ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1986. നോട്ട് ചെയ്ത് വെക്കുക. സ്കെപ്റ്റിക്കൽ ഇൻക്വയറർ ഈസ് ദ ഒഫീഷ്യൽ ജേർണൽ ഓഫ് ദ കമ്മിറ്റി ഫോർ സ്കെപ്റ്റിക്കൽ ഇൻക്വയറി ദാറ്റ് പബ്ലിഷസ് 6 times per year critical scientific evaluations of all the manners of controversial and extraordinary claims. ഇപ്പോൾ ഈ സ്കെപ്റ്റിക്കൽ ഇൻക്വയറർ എന്താ സംഭവം, ഓരോ 6 മാസം കൂടുമ്പോഴും പബ്ലിഷ് ചെയ്യുന്ന ഒരു ജേർണൽ
അല്ലെങ്കിൽ അതിനൊരു കമ്മിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ജേണലാണ് സ്കെപ്റ്റിക്കൽ ഇൻക്വയറർ. അപ്പോൾ അതിലെന്താ ഡിസ്കസ് ചെയ്യുന്നത്? വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം അസാധാരണമായി തോന്നുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ, ഇപ്പോൾ അത്ഭുതപരമായി തോന്നുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ വരും. ഓക്കെ. Second, wanted scientists to spend more time discussing issues related to science and superstitions. അപ്പോൾ കാൾ സഗൻ ഈ എസ്സേ എഴുതിയിട്ടുള്ളത്, ഒരു ഫീച്ചർ എഴുതിയിട്ടുള്ളത് സയൻറ്റിസ്റ്റുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്യണം? കൂടുതൽ സമയവും സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകിയിരിക്കണം, അന്ധവിശ്വാസങ്ങൾ അതിനെതിരെ പോരാടണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹി തോട്ട് ദ ബെസ്റ്റ് ആൻറ്റിഡോട്ട് ഫോർ സ്യൂഡോ സയൻസ് ഈസ് റിയൽ സയൻസ്. അപ്പോൾ ഈ ഒരു പോയിന്റ് പറയാൻ വേണ്ടിയിട്ടാണ് കാൾ സാഗൻ ഈ ഒരു ഫീച്ചറിന് എഴുതിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം അദ്ദേഹം പറയുന്നത് സ്യൂഡോ സയൻസ്, അതുപോലെ വ്യാജ ശാസ്ത്രം, അതിനുള്ള ഏറ്റവും ബെസ്റ്റ് മറുമരുന്നെന്ന് പറയുന്നത് യഥാർത്ഥ സത്യമായ സയൻസ് തന്നെയാണ്. ഇൻ സെക്കൻഡ് സെഞ്ച്വറി ഗ്രീസ്, അപ്പം നമ്മൾ സ്റ്റോറിയിലോട്ട് പോകണം. ഈ ഒരു ഫീച്ചറിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇത് കാണുന്നത്. ഇൻ സെക്കൻഡ് സെഞ്ച്വറി ഗ്രീസ്, ഡ്യൂറിങ് ദ റൂൾ ഓഫ് ദ റോമൻ എംപറർ മാർക്കസ് ഒറേലിയസ്, there was a master con named Alexander of Apponecatus. ഗ്രീസിൽ 2-ാം നൂറ്റാണ്ടിൽ അന്നത്തെ രാജാവായിരുന്ന മാർക്കസ് ഒറേലിയസിൻ്റെ കാലഘട്ടത്തിൽ അന്നുള്ളൊരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. നെയിം അലക്സാണ്ടർ ഓഫ് അപ്പോണിക്കറ്റസ് എന്നാണ്. ആരാണ് അദ്ദേഹം? ഹി വാസ് ഹാൻഡ്സം, ക്ലവർ ആൻഡ് ടോട്ടലി അൺസ്ക്രൂബുലസ്. അപ്പോൾ അദ്ദേഹം പറയുന്നതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അതുപോലെ ഭയങ്കരമായിട്ട് സൗന്ദര്യമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്, ഭയങ്കരമായിട്ട് ബുദ്ധിയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. ഹി വെന്റ് അബൌട്ട് ലിവിങ് ഓൺ ഒക്കൾട്ട് പ്രിറ്റൻഷൻസ്. അപ്പോൾ ആളുകളെ പറ്റിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്, ഈ അലക്സാണ്ടർ ഓഫ് അപ്പോണിക്കറ്റസ് എന്ന് പറഞ്ഞ അയാൾ. സോ ഹി റഷ്ഡ് ഇൻ ടു ദ മാർക്കറ്റ് പ്ലേസ് നേക്കഡ് എക്സ്പെക്ട് ഫോർ എ ലൈൻ ക്ലോത്ത്. അപ്പോൾ മാർക്കറ്റിലൊക്കെ അദ്ദേഹം പബ്ലിക്കായിട്ട് നേക്കഡായിട്ട് മാർക്കറ്റിലോട്ട് അദ്ദേഹം ഓടിക്കയറുകയും അങ്ങനെ ആകെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഒരു ലൈൻ ക്ലോത്ത്, ജസ്റ്റ് ഒരു അരപ്പട്ട മാത്രം അദ്ദേഹം ധരിച്ചിട്ട് നേക്കഡായിട്ട് ഓടിക്കയറും മാർക്കറ്റിലോട്ടൊക്കെ. ഹി ഹാഡ് എ സിമിറ്റർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വാളയൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും, ഒരു കത്തിയൊക്കെ ഉണ്ടാവും. ടേക്കിംഗ് ഹിസ് ലോങ് ലൂസ് ഹെയർ ഹി ക്ലിംബ്ഡ് ഇൻ ടു എ ഹൈ ആൾട്ടർ ആൻഡ് ഡെലിവേർഡ് എ ലോങ് സ്പീച്ച് പ്രെഡിക്റ്റിംഗ് ദ കമ്മിങ് ഓഫ് എ ന്യൂ ആൻഡ് ഒറാക്കുലർ ഗോഡ്. അപ്പോൾ അദ്ദേഹം ഓടിയിട്ടൊരു ഈ ഹൈറ്റുള്ള സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം പ്രസംഗം അങ്ങോട്ട് തുടങ്ങും. എന്നിട്ട് പറയും, ഒരു ദൈവം വരാനിരിക്കുന്നുണ്ട്, നമ്മുടെ ഈ ഒരു ലോകത്തോട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പുതിയൊരു ദൈവം വരാനിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയും. ഹി ദെൻ റഷ്ഡ് ടു ദ കൺസ്ട്രക്ഷൻ സൈറ്റ് ഓഫ് എ ടെമ്പിൾ, ദ പീപ്പിൾ വുഡ് ഫോളോ ഹിം. അങ്ങനത്തെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ പണി നടക്കുന്ന ഒരു ക്ഷേത്രം അതിനുള്ളിലോട്ട് ഓടിപ്പോവാണ്. ആളുകൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോകുന്നു. ദർ ഹി ഡിസ്കവേർഡ് എ ഗോസിക് ഇൻ വിച്ച് ദർ വാസ് എ ബേബി സ്നേക്ക്. അങ്ങനെ ഒരു പാമ്പിൻ്റെ മുട്ട അദ്ദേഹം പുറത്തെടുത്തു കൊണ്ടുവരുന്നു. എന്നിട്ട് അത് നോക്കുന്ന സമയത്ത് അതിനകത്തുനിന്ന് ഒരു പാമ്പിൻ്റെ കുട്ടി അദ്ദേഹത്തിന് കിട്ടിയെന്ന് അദ്ദേഹം പറയുന്നു. ഹി ഹിംസെൽഫ് ഹാഡ് ബറീഡ് ദീസ് തിങ്സ് ഏർലിയർ. പക്ഷേ നമുക്കിവിടെ കാണാൻ പറ്റും ആ ഒരു പാമ്പിൻ്റെ ആ ഒരു എഗ്ഗ് അദ്ദേഹം തന്നെയാണ് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. ഓപ്പണിംഗ് ദ എഗ് ഹി വുഡ് സേ ദ ബേബി സ്നേക്ക് ഇൻ ദ ന്യൂ ഗോഡ് ഈസ് ദ ന്യൂ ഗോഡ്. അപ്പോൾ ആ ഒരു എഗ്ഗ് ഓപ്പൺ ചെയ്തിട്ട് അദ്ദേഹം പറയാണ്, ഈ പാമ്പിൻ്റെ കുട്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുതിയ ദൈവം, നമ്മുടെ ഈ ഒരു ലോകത്തോട്ട് അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിന് വേണ്ടി ദൈവം അയച്ചിട്ടുള്ള പുതിയ ദൈവം അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ പ്രതിനിധി. ഓക്കെ, മീൻസ് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയുന്നത്. ആക്ച്വലി ആ ഒരു എഗ്ഗ് അദ്ദേഹം തന്നെ അവിടെ കൊണ്ടുപോയി വെച്ചതാണ്. Then he would go to his house for a few days. Later he would be seen enwitted with a large serpent. അങ്ങനെ കുറേ നാൾ അദ്ദേഹത്തെ കാണാനില്ല. അദ്ദേഹം വീട്ടിലൊക്കെ ഇരുന്നു. പിന്നെ അദ്ദേഹത്തെ ആളുകൾ കാണുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയൊരു സർപ്പമുണ്ട്. He would say this serpent was the one he got earlier from the egg it had grown. അപ്പോൾ ആളുകൾ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ആളുകളോട് പറയുന്നത്, ഈ സർപ്പൻറ്റ് ഇന്നാൾ കുറച്ച് മുമ്പ് ആ ഒരു എഗ്ഗിൽ നിന്ന് കിട്ടിയതാണ്, അത് എത്രയും പെട്ടെന്ന് വലുതായി, കാരണം ഇതൊരു ദൈവമാണെന്ന് അദ്ദേഹം പറയുന്നു. ദ സർപ്പൻറ്റ് വാസ് എ ലാർജ് ആൻഡ് docile one which he had got for this purpose from Macedonia. അപ്പോൾ അദ്ദേഹം ആ ഒരു വലിയൊരു സർപ്പത്തിനെ വാങ്ങിയാണ്ട് കൊണ്ടുവന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് മാസിഡോണിയയിൽ നിന്ന്. ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ആ ചെറിയ പാമ്പിൻ്റെ കുട്ടി വളർന്ന് വലുതായതൊന്നുമല്ല. സോ ഇറ്റ് വാസ് outfitted with a linen head of somewhat human face. അപ്പോൾ അദ്ദേഹം ചെയ്ത പണി എന്താ വെച്ചാൽ ആ പാമ്പിൻ്റെ ഹെഡ്, അതിൻ്റെ തല ഒരു ലിനൻ ക്ലോത്ത് വെച്ചിട്ട് മനുഷ്യൻ്റെ ഒരു രൂപം അതിന് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
അതിനെ കണ്ടാൽ പാമ്പിൻ്റെ ഒരു ഹെഡ് കണ്ടാൽ നമുക്ക് അതൊരു മനുഷ്യൻ്റെ തലയിൽ എന്തോ ചുറ്റിക്കെട്ടിയ പോലെയൊക്കെ ഫീൽ ചെയ്യും. സോ ദ റൂം വാസ് ഡിമ്മി ലൈറ്റ്. അപ്പോൾ അദ്ദേഹം ആ പാമ്പിനെയും കൊണ്ട് ഒരു റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ റൂമത്തെ ലൈറ്റൊക്കെ വളരെ ഡിമ്മാണ്. ബിക്കോസ് ഓഫ് ദ ഹ്യൂജ് ക്രൗഡ് നോബഡി കുഡ് സ്റ്റേ ഫോർ എ ലോങ് ഓർ ഇൻസ്പെക്ട് ദ സെർഫൻറ്റ് കെയർഫുള്ളി. അപ്പോൾ ഭയങ്കരമായിട്ട് തിരക്കാവാൻ തുടങ്ങി, ആളുകൾ വരാൻ തുടങ്ങി. റൂം ഭയങ്കരമായിട്ട് ഡിം ലൈറ്റാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. കാരണം ആ പാമ്പിനെയും അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്ട്രാ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു സൂപ്പർസ്റ്റീഷ്യസ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഡിം ലൈറ്റൊക്കെ കൊടുത്തിട്ടുള്ളത്. അതായത് ആളുകൾക്ക് കറക്റ്റ് കാണാൻ കഴിയില്ല അദ്ദേഹം ചെയ്യുന്നതും. അപ്പോൾ ജസ്റ്റ് ഒരു മങ്ങലുണ്ടാക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ഡിം ലൈറ്റ് കൊടുത്തിട്ട്. ദ ഒപ്പീനിയൻ ഓഫ് ദ ക്രൗഡ് വാസ് ദാറ്റ് ദ സീർ ഹാഡ് ഇൻഡീഡ് ഡെലിവേർഡ് എ ഗോഡ്. അപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി, ആ ഒരു അലക്സാണ്ടർ ഓഫ് അപ്പോണിക്കറ്റസ് എന്നുള്ള ആ ഒരു വ്യക്തി, ആ ഒരു പുരോഹിതൻ, അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി, നമുക്കൊരു ദൈവത്തെ തന്നു. അദ്ദേഹം പറയുന്നത് തന്നെയാണ്, പറയുന്ന ആ ഒരു സർപ്പൻ്റ് ദൈവമാണ്. കാരണം ചെറിയൊരു ഒരു പാമ്പിൻ്റെ കുട്ടി ഇത്രയും ദിവസം കൊണ്ട്, വളരെ പെട്ടെന്നുള്ള ദിവസം കൊണ്ട് വളർന്ന് വലിയൊരു സർപ്പമാകണമെന്നുണ്ടെങ്കിൽ അത് ദൈവം തന്നെയാണെന്ന് ആളുകൾ പറഞ്ഞ് നടക്കാൻ തുടങ്ങി. സോ അലക്സാണ്ടർ then would say the snake would answer written questions delivered in sealed envelopes. അങ്ങനെ അലക്സാണ്ടർ ഓഫ് അപ്പോണിക്കറ്റസ് ആളുകളോട് പറയാൻ തുടങ്ങി, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു സീലിൽ ഒരു ലെറ്ററിൽ എഴുതിയിട്ട് സീൽ വെച്ചിട്ട് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നോക്കുക. ഈ സർപ്പം ഇതെന്ത് ചെയ്യും, അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആൻസർ അതിൽ എഴുതി വെക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഇതിൽ എഴുതി വെക്കുക. ഈ സെർപ്പൻറ്റ് അതിനുള്ള ആൻസർ നിങ്ങളോട് പറയും, അതിനുള്ള സൊല്യൂഷൻ നിങ്ങളോട് പറഞ്ഞു തരും. ഐ മീൻ സീൽ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ വായിക്കാൻ കഴിയും, അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയാൻ കഴിയും എന്ന് പറയാണ്. വെൻ alone he would lift off the seal, read the message, remake the envelope and attach a response. അപ്പോൾ ആളുകളൊക്കെ പോയതിന് ശേഷം അദ്ദേഹം തന്നെ ആ ഒരു സീലെല്ലാം പൊട്ടിച്ചിട്ട് അദ്ദേഹം തന്നെ വായിക്കും, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ആൻസർ വെക്കും. People from all over the world flocked to see this wonder, an oracular serpent with a head of a man. അപ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് പറയാൻ തുടങ്ങി. ഒരു ഭയങ്കരമായിട്ട് അത്ഭുത സിദ്ധിയുള്ള ഒരു സെർപ്പൻറ്റ് വന്നിട്ടുണ്ട്. ആ സെർപ്പൻറ്റിനെ ലോകത്തോട്ട് കൊണ്ടുവന്നത് ഈ ഒരു അലക്സാണ്ടർ ഓഫ് അപ്പോണിക്കറ്റസ് എന്നുള്ള അദ്ദേഹമാണ്. അപ്പോൾ ആളുകൾ പറഞ്ഞ് നടക്കാൻ തുടങ്ങി. അങ്ങനെ പല ഭാഗത്തുനിന്നും ഇതിനെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വരാൻ തുടങ്ങി. വി മേ സിമിലർ അറ്റ് അലക്സാണ്ടർ ദ ഒറാക്കിൾ മോങ്കർ. അപ്പോൾ കാൾ സഗൻ പറയാണ്, അങ്ങനെ അലക്സാണ്ടർ ഓഫ് അപ്പോണിക്കറ്റസ് അന്നത്തെ ആളുകളെ പറ്റിച്ചിരുന്നു. അപ്പോൾ നമ്മളും അതുപോലെ പറ്റിക്കപ്പെടുന്നുണ്ടാവാം. നമ്മളും നമ്മുടെ സമൂഹത്തിൽ മറ്റു പല ആളുകളും ഇങ്ങനെ നമ്മളെ പറ്റിക്കുന്നുണ്ടാവാം. വി ആൾ വാണ്ട് ടു നോ അവർ ഫ്യൂച്ചർ ആൻഡ് കോണ്ടാക്ട് ഗോഡ്. അപ്പോൾ അദ്ദേഹം പറയാണ്, കാൾ സഗൻ പറയാണ്, നമ്മൾ പക്ഷേ അലക്സാണ്ടർ ആളുകളെ പറ്റിച്ച പോലെ നമ്മളും പറ്റിക്കപ്പെടുന്നുണ്ടാവാം. പക്ഷേ എങ്കിൽ പോലും നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട്, അടുത്ത സെൻറ്റൻസിൽ പറയുന്നുണ്ട്, ബട്ട് വി കനോട്ട് ചീറ്റഡ് ആസ് അലക്സാണ്ടർ ഡിഡ്. അലക്സാണ്ടർ അന്ന് ചെയ്ത പോലെ, കാരണം ഒരുപാട് കാലം മുമ്പാണ്, അന്ന് ചെയ്ത പോലെ ഇന്ന് ആളുകളെ പറ്റിക്കൽ സാധ്യമല്ല. പക്ഷേ എങ്കിലും ഒരുപാട് ആളുകൾ ഇന്ന് പറ്റിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നുണ്ട്, വി വാണ്ട് ടു നോ അവർ ഫ്യൂച്ചർ. നമുക്ക് നമ്മുടെ ഭാവി അറിയാൻ ഭയങ്കര ആകാംക്ഷയാണ്. ആൻഡ് കോണ്ടാക്ട് ഗോഡ്. അതുപോലെ ദൈവം നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഭാവി പ്രവചിക്കുന്ന ആളുകൾ പറയുന്ന സമയത്ത് അത് കേൾക്കാനും അല്ലെങ്കിൽ അത് അറിയാനും മനുഷ്യന് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ അത് മുതലെടുക്കാൻ ആളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടെന്നാണ് കാൾ സഗൻ പറയുന്നത്. ബട്ട് ആർ വി ഷുവർ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അലക്സാണ്ടർ ഓഫ് അപ്പോണിക്കറ്റസ് അന്ന് ആളുകളെ പറ്റിച്ച പോലെ ഇന്ന് നമ്മളെ പറ്റിക്കാൻ ആർക്കും പറ്റില്ല എന്ന് ചോദിച്ചിട്ട് കാൾ സഗൻ തന്നെ ചോദിക്കുന്നുണ്ട്, ബട്ട് ആർ വി ഷുവർ, നിങ്ങൾക്ക് ഉറപ്പാണോ നിങ്ങളെ ആരും അങ്ങനെ പറ്റിക്കുകയില്ല എന്നുള്ളത്. എം ലമാർക്കീൻ സ്പെൻഡ് 30 years ആ സ്പിരിച്വൽ മീഡിയം. ഇനി മറ്റൊരാളെ കുറിച്ച് പറയാണ്, അദ്ദേഹത്തിൻ്റെ പേര് എം ലമാർക്കീൻ എന്നാണ്. അദ്ദേഹം 13 കൊല്ലം ഈ ഒരു ആത്മീയ പാതയിൽ അല്ലെങ്കിൽ ആത്മീയതയിൽ ആ ഒരു ഫീൽഡിൽ നിന്നിട്ടുള്ള വ്യക്തിയാണ്. ഹി വാസ് പാസ്റ്റർ ഓഫ് എ ന്യൂ ഏജ് അസംബ്ലി ചർച്ച് ഇൻ ടാമ്പ. അപ്പോൾ പാസ്റ്റർ അറിയാലോ, നമ്മുടെ ട്രാൻസ് എന്നുള്ള ഫഹദ് വാസിലിൻ്റെ ഫിലിമൊക്കെ കണ്ടാൽ മനസ്സിലാവും ആരാണ് ഒരു പാസ്റ്റർ എന്നുള്ളത്. സോ അതുപോലെ പാസ്റ്ററായിട്ട് നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ ഒരു എം ലമാർക്കീൻ. ഇതൊക്കെ പറയുന്നുണ്ട്, ന്യൂ ഏജ് അസംബ്ലി ചർച്ച് അതിൻ്റെ കീഴിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ഓർ ട്രസ്റ്റി ഓഫ് ദ യൂണിവേഴ്സൽ സ്പിരിച്വൽ അസോസിയേഷൻ ആൻഡ് ഫോർ മെനി ഇയേഴ്സ് എ ലീഡിംഗ് ഫിഗർ ഇൻ ദ മെയിൻ സ്ട്രീം ഓഫ് ദ അമേരിക്കൻ സ്പിരിച്വലിസ്റ്റ് മൂവ്മെൻറ്റ്. അപ്പോൾ അമേരിക്കൻ സ്പിരിച്വലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രധാന വ്യക്തിയായിരുന്നു, അതിൻ്റെ മുഖ്യ ധാരയിലുള്ളൊരു വ്യക്തിയായിരുന്നു എം ലമാർക്കീൻ.
ഹീ ഈസ് എ സെൽഫ് കൺഫ്യൂസ്ഡ് ഫ്രോഡ്. പക്ഷെ അദ്ദേഹം ചെയ്തത് എന്താ? ആളുകളെ പറ്റിച്ച് പക്ഷേ ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കുറ്റബോധം തോന്നി. അദ്ദേഹം കൺഫസ് ചെയ്തു. അദ്ദേഹം ലോകത്തോടെല്ലാം വിളിച്ചു പറഞ്ഞു. ഹി ബിലീവ്സ് ദാറ്റ് ഓൾ സ്പിരിറ്റ് റീഡിങ്സ്, സീൻസ് ആൻഡ് mediums take messages from the dead are deceptions exploiting our love for the dead. അപ്പോൾ ഈ ഒരു ലമാർക്കിൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. നമ്മൾ വിശ്വസിക്കുന്ന എന്തുണ്ട്? ഈ ഇങ്ങനെയുള്ള ആളുകൾ ഈ ഒരു ഭയങ്കരമായിട്ട് അത്ഭുത സിദ്ധിയുണ്ടെന്ന് പറയുന്ന ആളുകൾ ദൈവത്തോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവരങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നു. അവർ ദൈവത്തിൽ നിന്ന് ഒരുപാട് മെസ്സേജസ് അവർക്ക് കിട്ടുന്നു. അതുപോലെ മരണപ്പെട്ട ആളുകളിൽ നിന്ന് ഒരുപാട് മെസ്സേജസ് കിട്ടുന്നുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ അതെല്ലാം തെറ്റാണ്. അതെല്ലാം ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്നതാണ്. അവരവിടെ മുതലെടുക്കുന്നത് എന്താ? നമ്മുടെ മരണപ്പെട്ടവരോട് ജീവിച്ച് ഇരിക്കുന്ന ആളുകൾക്കുള്ള ആ ഒരു സ്നേഹം. ആ സ്നേഹത്തെയാണ് ഇവർ ചീറ്റ് ചെയ്യുന്നത്. ആ സ്നേഹത്തെയാണ് ഇവർ മുതലെടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ മരണപ്പെട്ട ആളുകൾക്ക് ശാന്തി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അതിനൊക്കെ നമ്മൾ ക്യാഷ് കൊടുക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ പറയുന്നത് എന്നാര് പറഞ്ഞു? ലോകത്തോട് ലമാർക്കിൻ. അദ്ദേഹം കുമ്പസരിക്കാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ തെറ്റുകളൊക്കെ ഏറ്റുപറയാണ് ചെയ്തിട്ടുള്ളത്. Keen, like Alexander, gave answer to the question sealed envelopes publicly from the pulpit. അപ്പോൾ ഈ അലക്സാണ്ടർ ഓഫ് അബണിക്കെട്ടിനെ പോലെ തന്നെ ലമാർക്കിനും എന്ത് ചെയ്യുമായിരുന്നു? ഈ എൻവലോപ്പ്, ഈ ഒരു കവർ, കത്ത് കവർ പോലെയുള്ള കവറിൽ അതിനകത്ത് ആളുകൾ എഴുതിയിട്ടുള്ള കാര്യം അദ്ദേഹവും പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്ന് അദ്ദേഹം വായിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റേജിലോ അല്ലെങ്കിൽ അദ്ദേഹം നിൽക്കുന്ന സ്ഥലത്ത് ഇരുന്നിട്ട് അദ്ദേഹം അതിൻ്റെ അകത്തുള്ള സാധനം അത് പൊട്ടിക്കാണ്ട് തന്നെ വായിക്കുമായിരുന്നു. ഹി വ്യൂഡ് ദ കണ്ടന്റ് വിത്ത് എ concealed bright lamp or by smearing lighter fluid which makes the envelope momentarily transparent. അപ്പോൾ അദ്ദേഹം അത് വായിക്കാൻ വേണ്ടി അദ്ദേഹം യൂസ് ചെയ്യുന്ന ട്രിക്ക് എന്താ? ലോകം കുറച്ചും കൂടി പുരോഗതി വന്നു. ആ സമയത്ത് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത് ഒരു തരം ഫ്ലൂയിഡ് ഈ ഒരു കവർമേലാക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു കടലാസുമേലാക്കുന്നു. ആ സമയത്ത് അതിനകത്തുള്ള കാര്യം തെളിഞ്ഞ് കാണുന്നു. കുറച്ച് സമയത്തോട്ട് അകത്തുള്ള കാര്യം എഴുതിയത് എന്താണെന്ന് തെളിഞ്ഞ് കാണുന്നു. അപ്പോൾ കുറച്ച് ലോകം വികസിച്ചപ്പോൾ, കുറച്ച് ടെക്നോളജിയൊക്കെ വന്നപ്പോൾ, കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ അത് വെച്ചിട്ടായി ആളുകൾ തട്ടിപ്പ് നടത്താൻ തുടങ്ങിയതെന്നാണ് ഇതിലൂടെ കാൾ സാഗൻ പറയുന്നത്. He would find lost objects, present people with astonishing revelations about their private lives, commune with the spirit all using simple tricks. അപ്പോൾ ലമാർക്കിനും എന്ത് ചെയ്യുമായിരുന്നു? കളഞ്ഞുപോയ വസ്തുക്കളൊക്കെ കണ്ടുപിടിച്ച് കൊടുക്കുമായിരുന്നു. അതുപോലെ ആളുകൾക്ക് അവതരിപ്പിച്ചു. ആളുകളോട് പറയുമായിരുന്നത് ഭയങ്കരമായിട്ട് ഈ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ, ആളുകളുടെ പ്രൈവറ്റ് ജീവിതം, ആളുകളുടെ സ്വകാര്യ ജീവിതത്തിലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകളോട് പറഞ്ഞിട്ട് അവരെ അത്ഭുതപ്പെടുത്തുമായിരുന്നു. ഓക്കെ, അതിനെല്ലാം അദ്ദേഹം സിമ്പിളായിട്ടുള്ള ട്രിക്കുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മുമ്പേ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാലോ, നമ്മുടെ മലയാളം ഫിലിം, അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, നമ്മുടെ ജഗതിയൊക്കെ ഒരു ആൾദൈവമായിട്ട് നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രീനിവാസനൊക്കെ വരുന്ന സമയത്ത് ഡീറ്റെയിൽസൊക്കെ മുൻപ് തന്നെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ. സോ ആ ഒരു കാര്യമാണ് ഇവിടെ, സെയിം കാര്യമാണ് ഇവിടെ ആര് പറയുന്നത്? കാൾ സാഗൻ പറയുന്നത്. ആ ഒരു സിറ്റുവേഷനാണ് കാൾ സാഗൻ ഇവിടെ പറയുന്നത്. കമ്മ്യൂൺ വിത്ത് ദ സ്പിരിറ്റ്സ് ആൾ യൂസിങ് സിമ്പിൾ ട്രിക്സ്. അങ്ങനെ ആത്മാക്കളോട് സംവദിക്കുന്നു, ആത്മാക്കളോട് സംസാരിക്കുന്നു, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ കാണിക്കുന്നു പൊതുജനങ്ങൾക്കിടയിൽ വെച്ചിട്ട്. ആര്? ലമാർക്കിൻ. അതും സിമ്പിളായിട്ടുള്ള ചില ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. സോ ഹിസ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ദ ക്രെഡിബിലിറ്റി ഓഫ് ദ പീപ്പിൾ മേക്ക് ദ ഫ്രോഡ് സക്സസ്ഫുൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കുന്നത്, ഭയങ്കരമായിട്ട് പ്രസിദ്ധി ആർജിക്കുന്നത്? അതിനുള്ള ഒരു കാരണം എന്താ? ക്രെഡിബിലിറ്റി ഓഫ് ദ പീപ്പിൾ. ആളുകൾക്ക് അവരുടെ വിശ്വാസം, അതുപോലെ അവരുടെ അപാരമായ കോൺഫിഡൻസ്. ഈ ആളുകൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഈ ഒരു ആൾദൈവങ്ങളായിട്ട് വരുന്നവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. അത് മറ്റുള്ള ആളുകളെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് എന്ന് മാത്രം. ദ ഫ്രോഡ്സ് ഈവൻ കളക്ട് ഡാറ്റ ഓൺ പൊട്ടൻഷ്യൽ ക്ലയൻറ്റ്സ് ടു മേക്ക് ദെയർ പ്രെഡിക്കേഷൻസ് മോർ ആസ്റ്റോണിഷിങ്. അപ്പോൾ ഈ ആളുകൾ വരുന്ന സമയത്ത് അവരെക്കുറിച്ച് അങ്ങോട്ടേക്ക് പറഞ്ഞ് അവരെ അത്ഭുതപ്പെടുത്താൻ വേണ്ടിയിട്ട് മുമ്പ് തന്നെ അവരുടെ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്ത് വെക്കുമായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫ്രോഡുകൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് കാൾ സാഗൻ പറയുന്നത്. കീൻ ആൾസോ മേഡ് എ ലോട്ട് ഓഫ് മണി. അങ്ങനെ നമ്മുടെ ലമാർക്കിനും ഒരുപാട് പണം ഉണ്ടാക്കി. ഫ്രം അലക്സാണ്ടേഴ്സ് ടൈം അപ് ടു നോ പീപ്പിൾ ഹാവ് ബീൻ മേക്കിംഗ് മണി ബൈ പ്രിറ്റൻഡിങ് ദേ ഹാവ് ഒക്കൾട്ട് നോളജ്. അപ്പോൾ അലക്സാണ്ടറിൻ്റെ കാലഘട്ടം മുതൽ, പണ്ടുള്ള രണ്ടാം നൂറ്റാണ്ടിൽ ഗ്രീസിൽ ജീവിച്ചിരുന്ന അലക്സാണ്ടറിൻ്റെ കാലം മുതൽ ലമാർക്കിൻ വരെ, അതുപോലെ ലമാർക്കിൻ മുതൽ ഇതുവരെ, അത്രയും പഴയ കാലം മുതൽ ഈ ഒരു പുതിയ കാലഘട്ടം വരെ, ഇതിനിടയ്ക്കെല്ലാം പലതരം ആളുകളും ഇങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തും മറ്റുള്ള ആളുകളെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്നുണ്ട്, പ്രശസ്തി നേടുന്നുണ്ട്.
ഓക്കെ, അവർക്ക് ഭയങ്കരമായിട്ട് അറിവുണ്ട്, അവർക്ക് ദൈവത്തിൽ നിന്ന് വിളി കിട്ടി, അവർക്ക് ശക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കാണ് അവർ ചെയ്യുന്നത്. Some of the most extraordinary bamboozles can be read in the book Extraordinary Popular Delusions and Madness of Crowds in 1852 by Charles Mackay. 1852 ചാൾസ് മെക്കേ എഴുതിയിട്ടുള്ളൊരു വർക്കിൻ്റെ പേരാണ് ഇവിടെ പറയുന്നത്, എക്സ്ട്രാ ഓർഡിനറി പോപ്പുലർ ഡെലൂഷൻസ് ആൻഡ് മാഡ്നസ് ഓഫ് ക്രൗഡ്സ്. അപ്പോൾ ഈ ഒരു ബുക്കിൽ പറയുന്ന എന്താ, ഇങ്ങനെ ലോകത്ത് നടന്നിട്ടുള്ള പലതരത്തിലുള്ള തട്ടിപ്പുകളും പലതരത്തിലുള്ള വെട്ടിപ്പുകളും അതിനെക്കുറിച്ച് ആര് എഴുതിയിട്ടുണ്ട്, ഈ ചാൾസ് മെക്കേ എന്നുള്ള വ്യക്തി എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു ബുക്കിൽ നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വായിക്കാൻ പറ്റും. മോസ്റ്റ് എക്സ്ട്രാ ഓർഡിനറി ബോംബിൾസ് ക്യാൻ ബി റെഡ്. സോ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തട്ടിപ്പിൻ്റെ കഥകളൊക്കെ ഇതിൽ വായിക്കാൻ പറ്റും. ഓക്കെ, ഹി ഡിസ്കസ്ഡ് ആൽക്കമി, പ്രൊഫസി, ഫെയ്ത്ത് ഹീലിംഗ്, ഹോണ്ടഡ് ഹൗസസ്, കർസേഴ്സ് ആൻഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് റിലീജിയൻ ഓൺ ദ ഹെയർ ആൻഡ് ബേർഡ്. അപ്പോൾ ആ ബുക്കിൽ ചാൾസ് മെക്കേ എഴുതിയിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ആൽക്കമി, രസതന്ത്രവാദികൾ. ആൽക്കമി എന്ന് പറഞ്ഞാൽ ഒരു ബേസ് മെറ്റലിൽ നിന്ന് സ്വർണം ഉണ്ടാക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര കഴിവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആളുകൾ. ഓക്കെ, സോ അതിന് വേറെ ഒരുപാട് തലങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല. ആൻഡ് പ്രൊഫസി, പ്രവചിച്ചു കണ്ട് ഭയങ്കര ശക്തിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രവചിക്കുന്ന ആളുകൾ. ഫെയ്ത്ത് ഹീലിംഗ്, ഈ ഫെയ്ത്ത് ഹീലിംഗ് അറിയാമല്ലോ, നമ്മുടെ ഈ ഒരു വിശ്വാസം, നമ്മുടെ ഈ ഒരു ട്രാൻസ് എന്നുള്ള ആ ഫിലിമിലൊക്കെ ഫെയ്ത്ത് ഹീലിംഗ് ഒക്കെയാണ് കാണിക്കുന്നത്. സ്റ്റേജിൽ നിന്ന് ആളുകളോട് ഓരോന്ന് പറഞ്ഞിട്ട് അവരെ വിശ്വാസത്തിലൂടെ അവരുടെ രോഗത്തെ മാറ്റിയെടുക്കുക. ഹോണ്ടഡ് ഹൗസസ്, അതുപോലെ പ്രേതബാധയുള്ള വീടുകൾ. കേഴ്സഡസ്, അതുപോലെ കുരിശ് യുദ്ധങ്ങൾ. ആൻഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് റിലീജിയൻ ഓൺ ദ ഹെയർ ആൻഡ് ബേർഡ്. താടിയിലും മുടിയിലൊക്കെ പൊളിറ്റിക്സും അതുപോലെ റിലീജിയനും അതിനെ കൊണ്ട് നടക്കുന്ന ആളുകൾ. ഓക്കെ, ഇപ്പോൾ വലിയ താടിയൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ആചാര്യൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു മൗലിയരാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ നടക്കുന്ന ആളുകൾ, അങ്ങനെ ആളുകളെ പറ്റിക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകളെയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് തലപ്പാവൊക്കെ വെച്ചിട്ട് രാഷ്ട്രീയപരമായിട്ട് അങ്ങനെയുള്ള തൊപ്പിയൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള ആളുകൾ. സോ അങ്ങനെയുള്ള ആളുകളെയും മറ്റ് പ്രൊഫസിയുമായി നടക്കുന്ന ആളുകളെയും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. ഈ ഒരു ബുക്കിൽ ആര് പറയുന്നുണ്ട്? ചാൾസ് മെക്കേ പറയുന്നുണ്ട്. After reading such books, we start thinking what the present versions of the cheating are. Even today, founds thrives. അപ്പോൾ ആ ബുക്ക് നമ്മൾ വായിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുക്കുകളൊക്കെ നമ്മൾ വായിച്ചാൽ, പിന്നെ നമ്മൾ ആലോചിച്ച് തുടങ്ങും, ഈ കാലഘട്ടത്തിലും അങ്ങനെയൊക്കെ ചീറ്റിംഗ് നടക്കുന്നില്ലേ? ഈവൻ നമ്മുടെ ചുറ്റുപാട് പോലും അങ്ങനെയൊക്കെ ചീറ്റിംഗ് ഇപ്പോഴും നടക്കുന്നില്ലേ? പക്ഷെ അതിൻ്റെ വേർഷൻസ് മാറിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ പറഞ്ഞു അലക്സാണ്ടർ ഓഫ് അബോണിക്കട്ടസ് ആ ഒരു സീല് പൊട്ടിച്ച് നോക്കിയായിരുന്നു ചെയ്തിരുന്നത് ആളുകൾ പോയിരുന്ന സമയത്ത്. പക്ഷേ കുറച്ചും കൂടി ലോകം ഡെവലപ്പായ സമയത്ത് എം ലമാർക്കിൻ്റെ സമയമൊക്കെ അദ്ദേഹം ചെയ്തിരുന്ന പണി എന്താ, അതിലൊരു ഫ്ലൂയിഡ്, ഒരു ലിക്വിഡ്, ഒരു കെമിക്കൽ അതിലോട്ടാക്കുന്നു. അത് കുറച്ച് നേരത്തേക്ക് അത് ട്രാൻസ്പെറൻ്റ് ആവുന്നു. നമുക്കറിയാം, ഈ വെളിച്ചെണ്ണയൊക്കെ പേപ്പറിലാക്കിയാൽ അത് ട്രാൻസ്പെറൻ്റ് ആവും, അപ്പുറത്തോട്ട് തെളിഞ്ഞ് കാണും. മീൻസ് കുറച്ചും കൂടി ലോകം വികസിക്കുന്ന സമയത്ത് ആളുകൾ കണ്ടെത്തുന്ന ഒരു ഐഡിയ ആണ്. അപ്പോൾ ഇന്നത്തെ ആ കാലഘട്ടത്തിൽ കംപ്ലീറ്റ് ഐഡിയാസ് മാറിയിട്ടുണ്ട്. സോ അങ്ങനെ ആധുനിക ടെക്നോളജിയുടെ ഈ ഒരു ലോകത്ത് ടെക്നോളജിയിലൂടെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിലൂടെ ആളുകൾ പറ്റിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഫ്രോഡുകൾ ആളുകളെ പറ്റിക്കുന്നു. അപ്പോൾ അത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് കാൾ സാഗൻ ഇവിടെ പറയുന്നത്, ഈവൻ ടുഡേ ഫ്രോഡ് ത്രൈവ്. ഇന്നും ഇങ്ങനെ ഈ തയച്ച് വളരുന്ന ഒരു ഫീൽഡാണ്, അല്ലെങ്കിൽ തയച്ച് വളരുന്ന ഒരു മേഖലയാണ് ഇത്, ഈ സ്പിരിച്വൽ എക്സ്പ്ലോയിറ്റേഷൻ. ഓക്കെ, ആത്മീയ ചൂഷണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. So we can meet with another video with the remaining area of this particular feature, Night Walkers and Mystery Mongers, Sense and Nonsense at the Urge of Science, written by Carl Sagan. Okay, till then, stay safe.